ഒരുപക്ഷെ പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ശാപം കണ്ണീര് ഉള്ളത് കൊണ്ടാണോ ഇതുവരെ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തത് അഡ്വക്കേറ്റ് ആളൂർ? ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് 50 ലക്ഷം രൂപയാണ് വരുന്നതെന്ന്. ജനപ്രിയ നായകൻ ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം 3 മാസം വിധി വരും, ജനപ്രിയ നായകന് ആശ്വാസമാകും. എന്താണ് അഡ്വക്കേറ്റ് ആളൂരിന് പറയാനുള്ളത്? ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ ശിക്ഷിക്കുകയും അയാൾ ജയിലിൽ അടയ്ക്കണം, നീതി വേണമല്ലോ ഇരയ്ക്ക്. ആ വിധി മാറ്റി എഴുതാൻ ഈ പറയുന്ന ജനപ്രിയ നായകൻ ഏറ്റവും നല്ല അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി നിയമ സംവിധാനത്തെ മാറ്റിമറയ്ക്കപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾ വളരെ വയസ്സ് കുറവുള്ള കുട്ടിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഷാരോണാണ് ഗ്രീഷ്മയെ കൊല്ലുന്നതെങ്കിൽ ഷാരോൺ മിടുക്കനാണ്, പഠിക്കാൻ പ്രായം കുറവാണ് എന്ന് പറയൂ ആരെങ്കിലും. ഇവിടെ ആണുങ്ങൾക്കൊരു വാല്യൂ ഇല്ലേ? ഈ കേരളത്തിലെ ഒരു സംഘടനയുണ്ട്, പുരുഷ സംഘടന. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് സാറേ? എപ്പോഴെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ ഈ പുറത്തു പോകുന്ന സമയത്തെ അക്രമമായിട്ട് എന്തോ ആരെങ്കിലും വന്നിട്ടുണ്ടോ നേരിട്ട്? ഭീഷണി അത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മുകളിൽ എടുക്കാൻ, അത് നേരിടാനുള്ള ശക്തിയും ആർജവവും അതിനുള്ള കോൺഫിഡൻസും അഡ്വക്കേറ്റ് ആളൂരിനുണ്ട്. കാരണം ഞാൻ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള, ചോട്ടാ രാജൻ അടക്കമുള്ള പ്രതികളുടെ അഭിഭാഷകൻ. കേരള പോലീസ് ഒരാൾ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ലേ, അങ്ങനെ പറഞ്ഞ് 2, 3, 5, 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴേക്കും കൊലപാതകവും കഴിയും, പ്രതിയും രക്ഷപ്പെടും. അപ്പോൾ നിയമ സമ്പ്രദായം മാറണം തീർച്ചയായിട്ടും. നമ്മൾ ഇതിനു മുമ്പ് ഇരുന്ന സമയത്ത് ആ ചർച്ചയിൽ തന്നെ ബി ആളൂർ പറയുകയുണ്ടായി, ആളൂരിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കൂ. ഈ തട്ടിൻ്റെ എണ്ണം തുലാഭാരം വെച്ച് നോക്കിയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ ചോദിക്കുക, ഈ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് ഒരു നന്ദിയുണ്ടോ? നോക്കൂ, നന്ദി എന്ന് പറയുന്നത് എന്നെ ഇന്നും ഒരു ദിവസം 5-ൽ കുറയാത്ത കക്ഷികൾ വിളിക്കുന്നു, ഞാൻ അറിയാത്ത. അവരൊരു പക്ഷേ ഇൻ്റർനെറ്റ് വഴിക്ക് എൻ്റെ മൊബൈൽ നമ്പർ സംഘടിപ്പിക്കുകയും ഞാനെന്ന വ്യക്തിയെ അറിയുന്നവരോട് ചോദിച്ച് എൻ്റെ നമ്പർ കളക്ട് ചെയ്യുകയും എന്നിലേക്ക് വരികയും ചെയ്യുന്നു. പല കാരണങ്ങളുണ്ടാകാം. ആദ്യത്തെ അഭിഭാഷകൻ ശരിയായ രീതിയിൽ കേസ് നടത്തുന്നതായിരിക്കില്ല, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുറ്റം ചെയ്തു, അഭിഭാഷകരെ ഒന്നും അറിയില്ല, അപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് നല്ല അഭിഭാഷകനെ കിട്ടണം. പല കാരണങ്ങൾ കൊണ്ടുമാണ് പല വ്യക്തികളും എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം, അഡ്വക്കേറ്റ് ആളൂർ പ്രതികളിലേക്ക് ചെന്നെത്തി കേസ് ഏറ്റെടുക്കുകയാണോ? എനിക്കതിൻ്റെ ആവശ്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ എൻ്റെ പ്രൊഫഷണലിസത്തിലേക്ക് കടക്കുമ്പോൾ 2003 ആദ്യമായിട്ട് ഒരു കൊലപാതക കേസ് ഏറ്റെടുത്തു. ഞാനത് ഏറ്റെടുക്കാനുള്ള കാരണം എൻ്റെ ഒപ്പം അന്നുണ്ടായിരുന്ന ഒരു ജൂനിയർ തീർച്ചയായും ഈ കേസ് ഏറ്റെടുക്കൂ സാർ, കേസ് നടത്തൂ എന്ന് പറയുകയും ഞാൻ ആ കേസ് എടുക്കാൻ നിർബന്ധിതനാവുകയും ആ പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ അത് അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ കോൺഫിഡൻസ് കൂടുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി കുറ്റം ചെയ്ത ആളുകൾ ആളൂരിനെ സമീപിക്കുന്നു, കാര്യങ്ങൾ തുറന്നു പറയുന്നു, നിയമപരമായി അവരെ രക്ഷിക്കുന്നു. അതിനർത്ഥം അങ്ങനെ രക്ഷിക്കുന്നത് കൊണ്ട് വീണ്ടും കുറ്റവാളികൾ കൂടുന്നു എന്നല്ല. നാളെ ഒരു സിനിമയിലൊരു കൊലപാതകം നടക്കുന്നു എന്ന് വെച്ചാൽ എല്ലാവരും അതേ സിനിമ കണ്ട് എല്ലാവരെയും കൊലപാതകം നടത്തണമെന്നാണോ? ആ സിനിമയിൽ ആദ്യം തന്നെ എഴുതും, ഇതിലുള്ള കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല, കഥാപാത്രങ്ങളുടെ രൂപീകരണം മാത്രമാണ് എന്ന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം ഒരു പ്രാവശ്യം ഒരാൾ ആവർത്തിച്ചാൽ അത് വീണ്ടും ആവർത്തിക്കപ്പെടണമെന്നില്ല. എപ്പോഴെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ ഈ പുറത്തു പോകുന്ന സമയത്തെ പല അമ്മമാരെ കാണും, പല കുട്ടികളെ കാണും, അക്രമമായിട്ട് എന്തോ ആരെങ്കിലും വന്നിട്ടുണ്ടോ നേരിട്ട്? നോക്കൂ, ഇന്ന് ഇന്ത്യൻ ജനതയിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു 95% ആളുകൾക്ക് ബോധ്യമുണ്ട് അഡ്വക്കേറ്റ് ആളൂർ ചെയ്യുന്നത് തൻ്റെ പ്രൊഫഷണലിസവും ജോലിയുമാണ് എന്ന്. എന്നാൽ ഒരു 5% ആളുകൾക്ക് നീയൊക്കെ എന്തിനാടാ ഈ നാട്ടിലേക്ക് വന്നത്, നിന്നെ പോലുള്ള ആളുകൾ ഇവിടെ വെച്ചേക്കില്ല, നിന്നെയാണ് ആദ്യം തൂക്കിക്കൊല്ലേണ്ടത് എന്ന് പറയുന്ന
ഒരു സമൂഹവുമുണ്ട്. അപ്പോൾ ആ ഞാൻ സമൂഹം വലുതാ കേട്ടോ, ചെറുതല്ല. അങ്ങനെ ആ സമൂഹം ഞാൻ അലർട്ടാണ്. എന്നോട് ഒരു കക്ഷി, ഒരു പ്രതിയുടെ മാതാവ് ഒരു ചോദ്യം ചോദിച്ചു. ഗ്രീഷ്മ നമ്മുടെ അല്ല, ഒരു പ്രതിയുടെ ഞാൻ പ്രതിയുടെ പേര് പറയുന്നില്ല, മാതാവ് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. സാറേ, ജയിലിൽ വെച്ച് എൻ്റെ മകനെ കൊന്നുകളയുമോ? ദാവൂദ് ഇബ്രാഹിം വന്നാലും നിങ്ങളെ മകനെ കൊന്നുകളയാൻ സാധിക്കില്ല. കാരണം ഞാൻ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള ചോട്ടാരാജൻ അടക്കമുള്ള പ്രതികളുടെ അഭിഭാഷകനാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ ചോദിച്ച ഭീഷണി, നിങ്ങൾ നേരത്തെ ചോദിച്ച ആളുകളുടെ തെറ്റായ ചിന്താഗതി, അത് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ മുകളിൽ എടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നേരിടാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയും ആർജവവും അതുപോലെ തന്നെ അതിനുള്ള കോൺഫിഡൻസും അഡ്വക്കേറ്റ് ആളൂരിനുണ്ട്. അതായത് ഒന്നും കാണാതെ പൊട്ടി വീണ് മുളച്ചവനല്ല ആളൂർ, അതാണോ പറഞ്ഞു? അതാണ് നിങ്ങൾ പറയുന്നതിൻ്റെ ചോദ്യത്തിന്, തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രൊഫഷണലിസത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ പ്രൊഫഷണലിസം മുന്നോട്ട് കൊണ്ടുപോവുകയും അതനുസരിച്ച് ഏത് കുറ്റവാളികളുടെയും കേസ് ഏറ്റെടുക്കുകയും ചെയ്യും. എന്നാലും ഒരു എത്ര രൂപയാണ് തുകയെന്ന് പറയാൻ പറ്റുമോ? നോക്കൂ, ഡിപ്പെൻഡ് അപ്പോൺ കേസസ്. എന്നാൽ ഏറ്റവും കൂടുതൽ മേടിച്ചൊരു പ്രതിഫലം എത്രയായിരിക്കും? നോക്കൂ, അങ്ങനെ ഒരു പ്രതിഫലം ഒരു പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ ഓഫ് കേസസ് ഡിഫറൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഡിഫറൻറ്റ്. ഒരു പക്ഷേ ഒരു പാവപ്പെട്ട ഒരു ആൾ വന്ന് ഞാൻ കൊലപാതകം ചെയ്തു പോയി സാറേ, എനിക്ക് എങ്ങനെയെങ്കിലും അഡ്വക്കേറ്റ് ആളൂർ വഴിക്ക് കേസ് നടത്തണമെന്ന് പറയുകയും, എൻ്റെ പൈസയില്ല, പൈസയില്ല എന്ന് പറയുകയും, അപ്പോൾ ഞാൻ പറയും, ഞാൻ ഈ കൊലപാതക കേസുകളിൽ മിനിമം ഇത്ര ഫീസാണ് വാങ്ങിക്കുന്നത്. മിനിമം എത്ര എന്ന് പറയാം. അതല്ല ഞാൻ വരുന്നത്. അതിലേക്ക് വന്ന് അതിനയാൾ തയ്യാറാവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കും. ഇനി ഒരു വലിയ കക്ഷിയാണ് എൻ്റെ അടുത്ത് വരുന്നത്, അപ്പോൾ ഞാൻ അയാളോട് പറയും, നോക്കൂ, ഞാൻ മിനിമം ഫീസ് ഇത്ര വാങ്ങിച്ചാലും നിങ്ങളെപ്പോലുള്ള ഒരു കക്ഷി നല്ല രീതിയിൽ പൈസ ചിലവാക്കിയാൽ നിങ്ങൾക്ക് നിയമപരമായി രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ അന്വേഷിച്ച് വരുന്ന വ്യക്തികൾ ഒരു സാധാ അഭിഭാഷകന് 5000 രൂപയോ 2000 രൂപയോ കൊടുത്ത് കേസ് വേണ്ട വിധം പോലെ നടക്കാതെ വരുമ്പോൾ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് ആളൂരിനോട് ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങളുടെ ഫീസ് എത്രയാണ്? അപ്പോൾ ഞാൻ ആ കക്ഷിയോട് പറയുന്നത്, നിങ്ങൾ ആരെ അന്വേഷിച്ചാണ് വന്നത്? അഡ്വക്കേറ്റ് ആളൂരിനെ. അഡ്വക്കേറ്റ് ആളൂർ ഫീസ് കൂടുതൽ വാങ്ങിച്ച് കേസ് നടത്തുന്ന അഭിഭാഷകനാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഓഫീസിൽ ഇരുന്നാൽ മതി. ഈ എല്ലാവരും ആളൂരിനെ തേടി പ്രതികൾ വരണമെന്ന് ഒരു ചിന്തയുമില്ല. തീർച്ചയായിട്ടുമില്ല. എന്നെ അന്വേഷിച്ചു വരുന്നവരെ ആ തയ്യാറെടുപ്പോടെ വരുന്നു. ആ തയ്യാറെടുപ്പിൽ നിന്നുകൊണ്ട് കേസ് ഏറ്റെടുത്ത് നടത്താൻ അവകാശപ്പെടുന്നു, ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ഞാൻ കേസ് ഏറ്റെടുത്തു. ഈ വീഡിയോ കാണുന്ന ഒരു പ്രതിക്കാണെങ്കിൽ പോലും നാളെ ആളൂരിൻ്റെ അടുത്ത് വരണമെങ്കിൽ ഒന്ന് അറിയണ്ടേ എത്ര രൂപയാണ്? തീർച്ചയായിട്ടും അറിയണം. അപ്പം അതൊന്ന് പറയൂ. അപ്പോൾ അതിലേക്കാണ് ഞാൻ വന്നത്. നിങ്ങൾ ഇവിടേക്ക് വരുന്ന ഈ ഒരു കക്ഷിയോട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കൂ, അവരെന്തുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് വരുന്നു, അവരിവിടെ വന്ന് എന്ത് സംസാരിക്കും. കോടികളാണോ ലക്ഷങ്ങളാണോ? അത് മതി. അപ്പം നോക്കൂ, ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ആരെയും പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ല. ഓരോ വ്യക്തി ടു വ്യക്തി, ഓരോ സമൂഹം ടു സമൂഹം, ഓരോ കേസിൻ്റെയും ഫീസിൻ്റെ ഘടന മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്നെ സമീപിക്കുന്ന ആളുകൾ പൂർണ്ണമായ തയ്യാറെടുപ്പോടെ എന്നെ സമീപിക്കണം. അഡ്വക്കേറ്റ് ആളൂർ ചുരുങ്ങിയത് ഇത്രയെങ്കിലും ഫീസ് വാങ്ങിക്കും, അത് കൊണ്ടുപോകാതെ ഞങ്ങളവിടെ സംസാരിക്കാൻ തയ്യാറല്ല. അതാണ് എൻ്റെയും മറ്റ് അഭിഭാഷകരുടെയും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ചിന് 50 ലക്ഷം രൂപയാണ് തരുന്നതെന്ന് പറഞ്ഞു. നോക്കൂ, അത് ഡിപ്പെൻഡ് ഓൺ മൈ പേഴ്സണൽ തിങ്സ്. ഇവിടെ എന്നെ ഒരു കക്ഷി സമീപിക്കുകയും ഒരു ചെറിയ കംപ്ലൈൻറ്റ് വേണം, ഒരു നോട്ടീസ് വേണം എന്നൊക്കെ
ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അതിനെ ഒരു തിരിച്ചുദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേരളത്തിൽ നിന്നും 3.25 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ പൂനെയിലേക്ക് പോയി. ഞാൻ കേരളത്തിലുള്ളപ്പോൾ ഒരു വക്കാലത്ത് കിട്ടുന്നതിന് 50 രൂപയോ 100 രൂപയോ ആണ് കക്ഷികൾ കൊടുത്തിരുന്നത്. ഞാനത് മഹാരാഷ്ട്രയിൽ ചെന്നപ്പോൾ എനിക്കവിടെ 1000 രൂപ കിട്ടി. സ്ഥലം മാറുമ്പം പൈസ ഞാൻ അതാണ് പറയുന്നത്, ഒരു പക്ഷേ ഡൽഹിയിൽ പോയാൽ അത് 5000 കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ പ്ലേസസ്, ഡിപ്പെൻഡ് അപ്പോൺ ഇൻഡിവിജ്വൽസ്, ഡിപ്പെൻഡ് അപ്പോൺ ദ കേസസ്, ഡിപ്പെൻഡ് അപ്പോൺ മൈ ആക്ടിവിറ്റീസ്, എല്ലാ വീസും വളരെ മാറി മാറി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ വള്ളൂർ വക്കീലും കുറച്ച് പൈസയും ഉണ്ടെങ്കിൽ, ഇപ്പോൾ പലരും പറയുന്നത് ആളൂർ വക്കീലും 5 ലക്ഷവും ഉണ്ടെങ്കിൽ എന്തും ആർക്കും ചെയ്യാമെന്നാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ ക്രെഡിബിലിറ്റി ആസ് എ ലോയർ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഇന്ത്യയിലെ 10 പ്രമുഖരായിട്ടുള്ള അഭിഭാഷകർ, അവർ സുപ്രീം കോടതിയിൽ ഓരോ കേസും ഏറ്റെടുത്ത് നടത്താൻ ഇത്ര രൂപ വാങ്ങിക്കുന്നു എന്ന് ജനറലായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ. ബട്ട് അക്കോർഡിംഗ് ടു മീ അതങ്ങനെയല്ല. അതിനേക്കാൾ കൂടുതൽ പൈസ ഒരു പക്ഷേ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം, അതിനേക്കാൾ കുറഞ്ഞ പൈസ വാങ്ങിക്കും. ഡിപ്പെൻഡ് അപ്പോൺ ദി പേഴ്സണാലിറ്റി. ഒരു പക്ഷെ പുറത്തിറങ്ങാൻ പേടിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ശാപം കണ്ണീര് ഉള്ളത് കൊണ്ടാണോ ഇതുവരെ ജീവിതത്തിൽ വിവാഹം കഴിക്കാത്തത് അഡ്വക്കേറ്റ് ആളൂർ? നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓൾറെഡി ടോൾഡ് യു ഓർ യുവർ മീഡിയ, ഐ ലവ് മൈ പ്രൊഫഷൻ, ഐ മാരീഡ് വിത്ത് മൈ പ്രൊഫഷൻ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രൊഫഷനാണ് ഞാൻ 1ാം സ്ഥാനം കൊടുക്കുന്നത്. വിവാഹവും വിവാഹമായ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളിൽ നിന്ന് എനിക്കൊരു തടസ്സവും എൻ്റെ പ്രൊഫഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വിവാഹിതനാകാൻ ആഗ്രഹിക്കാത്തത്. പക്ഷേ nowadays I am living together. It doesn't mean that I will be controlled by everyone. ഒരു വിവാഹം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യണം എന്ന് ഒരു പാർട്ട്ണർ വന്നുകൊണ്ട്, വിവാഹത്തിലെ പാർട്ട്ണർ എന്നാണ് ഭാര്യയെ സാധാരണഗതിയിൽ നിയമപരമായിട്ട് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാകും. അപ്പോൾ അതെൻ്റെ പ്രൊഫഷണലിസത്തിന് ഒരു തടവാകും. അതുകൊണ്ട് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ വിവാഹത്തെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതം നശിക്കാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഐ ലവ് മൈ പ്രൊഫഷൻ, ഐ മാരീഡ് വിത്ത് മൈ പ്രൊഫഷൻ. ഇനി ആരൊക്കെ എന്തൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞാലും, എത്ര തെറി കമൻസ് ആളൂരിനെതിരെ വന്നാലും ആളൂർ ഇങ്ങനെ തന്നെ ഇരിക്കും. നോക്കൂ, ഞാൻ എൻ്റെ പ്രൊഫഷണലിസത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കുറ്റം പറയുന്നവരെ ഞാൻ സെല്യൂട്ട് ചെയ്യുന്നു. എനിക്ക് കൂടുതൽ ഉയർച്ചയിലേക്ക് അത് എന്നെ കൊണ്ടുവരുത്തും. അതുകൊണ്ട് കുറ്റം ചെയ്യുന്നവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, കുറ്റം ചെയ്യാത്തവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, എന്നെ തെറി വിളിക്കുന്നവർ അവരുടെ ഭാഗത്ത് നിൽക്കട്ടെ, ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ തയ്യാറല്ല. നമ്മുടെ നടൻ ദിലീപേട്ടൻ, ജനപ്രിയ നായകൻ, ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം, 3 മാസം വിധി വരും, ജനപ്രിയ നായകന് ആശ്വാസമാകും. എന്താണ് അഡ്വക്കേറ്റ് ആളൂരിന് പറയുള്ളതിന്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ആശ്വാസമാകുമെന്ന് വാക്ക് പറയാൻ പാടില്ല. അയാൾ ശിക്ഷിച്ച് അയാൾ ജയിലിലടയ്ക്കണം, നീതി വേണമല്ലോ ഇരയ്ക്ക്. നിങ്ങളിപ്പോൾ പറയുന്നത് ജനപ്രിയ നായകൻ രക്ഷപ്പെട്ടു പോകും എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് ആ കാര്യം പറയുന്നു? നിങ്ങൾക്കവിടെ നിങ്ങൾ ഇരയെ കാണുന്നില്ലേ? നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയെ കാണുന്നില്ലേ? കംപ്ലൈൻറ്റ് കൊടുത്ത വ്യക്തിയെ കാണുന്നില്ലേ? വിക്ടിമിനെ കാണുന്നില്ലേ? സർവൈവറെ കാണുന്നില്ലേ? അവിടെ നീതി നടപ്പാക്കാൻ ജനപ്രിയ നായകനോട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഞാൻ സോറി ടു സേ, അവിടെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ്റെ കഴിവ് കോടതിയിൽ തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യം വന്ന് ആളൂരിനെ കണ്ടത് ഈ പ്രതിഭാഗമാണോ?
അല്ല, ദിലീപേട്ടനെ പറ്റി പറയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ആ കേസിൽ ഒന്നാം പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ്, പൾസർ സുനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രതിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പ്രതിഭാഗത്തോടൊപ്പമാണ് എന്ന് വിചാരിച്ച് ഞാൻ പ്രതിഭാഗത്തെ എല്ലാ പ്രതികളോടും ഒപ്പമാണ് എന്ന് ഞാൻ പറയില്ല. അത് അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകരുണ്ട്, അവർ നല്ല രീതിയിൽ കോടതിയിൽ കേസുകൾ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ജനപ്രിയ നായകനെ രക്ഷിച്ചാൽ നിങ്ങളെ ആളുകൾ കുറ്റം പറയും, ഈ ജനപ്രിയ നായകനെ ശിക്ഷിച്ചാൽ നിങ്ങൾ കോടതികളെ കുറ്റം പറയും. നിങ്ങളുടെ സംവിധാനം അതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിയമപരമായിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ജനപ്രിയ നായകനെ ശിക്ഷിക്കുകയും, നിയമപരമായിട്ടുള്ള കുറ്റം ചെയ്തത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെങ്കിൽ കോടതി ഒറ്റ വരിയിൽ ഒരു വിധിന്യായം പുറപ്പെടുവിക്കും. പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽഡ് ടു പ്രൂവ് ദ കേസ് എഗെയിൻസ്റ്റ് ജനപ്രിയ നായകൻ. അതുകൊണ്ട് ഞാൻ പ്രതിയെ വെറുതെ വിടുന്നു. മറിച്ചാണെങ്കിൽ പ്രോസിക്യൂഷൻ ഹാസ് സക്സീഡഡ് ടു പ്രൂവ് ദ കേസ് എഗെയിൻസ്റ്റ് ജനപ്രിയ നായകൻ, ഞാൻ ശിക്ഷിക്കുന്നു. ഇതാണ് വരുന്ന രണ്ട് വിധി. അപ്പോൾ ആ വിധി മാറ്റി എഴുതാൻ ഈ പറയുന്ന ജനപ്രിയ നായകൻ ഏറ്റവും നല്ല അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കി ഇവിടെ നിയമ സംവിധാനത്തെ മാറ്റിമറിക്കപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ നിയമ സംവിധാനത്തെ മാറ്റിമറിക്കുന്നത് കുറ്റങ്ങൾ ചെയ്തല്ല, നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി പ്രോസിക്യൂഷൻ സംവിധാനം ശരിയില്ലെന്ന് കോടതിയെ ധരിപ്പിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഒരു കേസിൽ, ഞാൻ നടത്തിയ ഒരു കേസിൽ ഡെത്ത് പെനാൽറ്റി അവാർഡ് ചെയ്യുകയും അത് കൺഫേം ചെയ്യാനായിട്ട് ഹൈക്കോടതിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർ കോടതിയോട് പറഞ്ഞു, ഈ കേസ് കോടതിയിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് 2 മാസത്തെ സമയം വേണമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതിയുടെ കേസ് എന്തിനാണ് 2 മാസം വാദിച്ചെടുക്കുന്നത് എന്ന്. അതെ, സൗമ്യ കേസിൽ ഞാൻ 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി കേസ് നടത്തുകയും അവസാനം കേരള ഹൈക്കോടതി ഈ പറയുന്ന പ്രതിയുടെ ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്യുകയും ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോവുകയും 2 മിനിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കോടതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയും 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അന്നത്തെ ജസ്റ്റിസ്, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന, പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തി എന്നോട് പറഞ്ഞു, മിസ്റ്റർ ആളൂർ, കീപ് മം, ഐ വിൽ കം ബാക്ക് ടു യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു, ഇനി പ്രോസിക്യൂഷനോട് ചോദിക്കണം. അപ്പോൾ അന്നത്തെ പ്രോസിക്യൂട്ടറായിരുന്ന ദെൻ റിട്ടയേർഡ് ജഡ്ജ് ഫ്രം കേരള ഹൈക്കോർട്ട്, അദ്ദേഹത്തിന് കോടതിയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ സാധിച്ചില്ല. അവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ കോടതി എൻ്റെ വാദം കേൾക്കുകയും എനിക്ക് ഇനിയുമുള്ള വാദങ്ങൾ കേൾക്കാതെ തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും നരഹത്യയും കൊലപാതകവും ഇല്ലാതെ വെറും 7 വർഷം മാത്രം ഈ പറയുന്ന ഗോവിന്ദസ്വാമിയെ ശിക്ഷിക്കുകയും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് കടക്കാൻ തയ്യാറാകാതെ ജീവപര്യന്തം നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കോടതിയിൽ, അത് കീഴ്ക്കോടതിയാവട്ടെ, അപ്പീൽ കോടതിയാവട്ടെ, സുപ്രീം കോടതിയാവട്ടെ, അവിടെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും പറഞ്ഞ് കോടതിയെ ബോധ്യപ്പെടുത്തുകയും അതിനനുസൃതമായൊരു വിധി നേടുകയും, അത് സിവിൽ കേസിലാണെങ്കിലും ക്രിമിനൽ കേസിലാണെങ്കിലും ഏത് കേസുകളാണെങ്കിലും ആ ഉത്തരവാദിത്വമാണ് എന്നെ ഒരു കക്ഷി ഏൽപ്പിക്കുന്നത്. ഫോർ ദാറ്റ് ദേ വിൽ പെയ്ഡ് ഫോർ മീ. അതെൻ്റെ ഫീസാണ്. ഞാൻ അത് ഏറ്റെടുത്ത് നടത്തും. അത് വളരെ വ്യക്തമായി നടത്തും. എൻ്റെ പിന്നിൽ ഒരു പക്ഷേ ഞാൻ ഏറ്റെടുത്ത കേസിൻ്റെ 5000 കണക്കിന് 10000 കണക്കിന് ചാർജ് ഷീറ്റിൻ്റെ പേജുകളുണ്ടാകും. എല്ലാം വിജയിച്ചിട്ടുണ്ടോ അതിൽ? നോക്കൂ, ഒരുപാട് കേസുകൾ വിജയിച്ചിട്ടുണ്ട്. അതൊന്നും നിങ്ങളെ മീഡിയ ത്രൂ വന്നിട്ടില്ല.
കഴിഞ്ഞ ദിവസം വിജയിക്കാത്ത കേസുകൾ മീഡിയയിൽ വന്നിട്ടുണ്ടെന്നാണ് ആളൂർ പറയുന്നത്. വിജയിക്കാത്ത കേസുകൾ മാത്രമാണ് മീഡിയയിൽ വന്നിട്ടുള്ളത്. വിജയിച്ച പല കേസുകളും ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമായി ഏറ്റെടുത്ത മർഡർ കേസിൽ ഞാൻ പ്രതികളെ നിരപരാധിത്വം തെളിയിക്കുകയും കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഇത്രയും മിടുക്കനായ അഡ്വക്കേറ്റ് ആളൂരിൻ്റെ കേസുകൾ തോൽക്കാനുള്ള കാരണം എന്താണ് ചിന്തിച്ചു നോക്കൂ, അവിടേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്. പ്രോസിക്യൂഷൻ സംവിധാനം ശക്തമാവുകയും പ്രോസിക്യൂഷൻ സംവിധാനം നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും ചെയ്താൽ അഡ്വക്കേറ്റ് ആളൂർ എന്നല്ല, ഈ ലോകത്തിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകൻ രാം ജത്മലാനി വന്നാലും ആ കേസിൽ ശിക്ഷ ലഭിക്കേണ്ട കേസിൽ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ വേറൊരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ജഡ്ജ് എന്നെയും പ്രോസിക്യൂട്ടറെയും ചേംബറിലേക്ക് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇന്നും എൻ്റെ മനസ്സിലേക്ക് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തട്ടിക്കയറി. അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നത് കുറ്റപത്രം പൂർണ്ണമായി പഠിക്കുകയും കുറ്റപത്രത്തിലെ ഓരോ വാക്കുകളും മനസ്സിലാക്കുകയും പ്രതിക്ക് വേണ്ടി ശക്തയുക്തം വാദിക്കുകയും ചെയ്യുന്ന അഭിഭാഷകനാണ്. അവിടെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ വിജയം. അത് തെറ്റാണ് ആ ബഹുമാന്യനായ കോടതി ചെയ്തത് എന്ന് എനിക്ക് തുറന്നു പറയാൻ സാധിക്കും. കാരണം 1985-ലെയും 6-ലെയും വിധികൾ ജസ്റ്റിസ് കൃഷ്ണ അയ്യർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദർ ആർ മിറ്റിഗേറ്റിംഗ് സർക്കം ഇൻ ഫേവർ ഓഫ് ദ അക്യൂസ്ഡ്, ഇഫ് ദർ ഈസ് നോ റയർ ആൻഡ് റയറസ്റ്റ് കേസ്, ഇഫ് ദേ ആർ കൺവിൻസിങ്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങൾ എന്താണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പോഴുള്ള സാഹചര്യ തെളിവുകളുള്ള കേസുകളിൽ തീർച്ചയായിട്ടും റയർ ആൻഡ് റയറസ്റ്റ് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൊടുത്ത ശിക്ഷ വളരെ കൂടുതലായിപ്പോയി. അത് റിവ്യൂ ചെയ്യപ്പെടണം. അതിനാണ് മേൽക്കോടതികളുള്ളത്. അവിടെ അത് സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗ്രീഷ്മ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ടാണോ ശിക്ഷ കൂടിപ്പോയെന്ന് പറയുന്നത്? നോക്കൂ, അങ്ങനെയല്ല. പഠിക്കാൻ മിടുക്കിയാണ്. നോക്കൂ, എന്താണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്? അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഒരു ചെയ്യുന്ന കുറ്റം അത് കോടതിയിൽ തെളിയിക്കപ്പെടുന്നു, അത് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നു. മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഒരുപാടുണ്ട്. അവരൊരു സ്ത്രീയാണ്, അവർ ചെയ്ത കുറ്റത്തിൻ്റെ സാഹചര്യങ്ങൾ ഇതാണ്, അവർക്കെതിരെ തെളിവുകൾ ഇത്ര ശക്തമല്ല, അവൾ നേരത്തെ നിങ്ങൾ പറഞ്ഞത് നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, അവൾ വളരെ വയസ്സ് കുറവുള്ള കുട്ടിയാണ്, അവൾക്കെതിരെ കൊണ്ടുവന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ കോടതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഡിഫൻസ് ലോയർക്ക് സാധിച്ചാൽ ഒരു പക്ഷേ ഈ കേസിൽ ചെയ്ത ഈ പറയുന്ന ഡെത്ത് പെനാൽറ്റി സെറ്റസൈഡ് ചെയ്യുകയും കുറഞ്ഞ ശിക്ഷ കൊടുക്കാൻ കോടതി തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ആണുങ്ങൾക്കൊരു വാല്യൂ ഇല്ലേ? നോക്കൂ, അത് നേരെ മറിച്ച് ഗ്രീഷ്മയാണ് മരിക്കുന്നതെങ്കിൽ, ആ വേദന കൊണ്ട് മരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ പ്രതിയെ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? അല്ല, എന്തായിരിക്കും സംഭവിക്കുന്നത്? അല്ല, പ്രതിയെ വെറുതെ വിടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന് ഉത്തരം ഞാൻ പറയാം. എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. ഷാരോൺ ഗ്രീഷ്മയായിരുന്നു വിഷം കൊടുത്ത് കൊന്നിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഗ്രീഷ്മയുടെ ഒപ്പം നിൽക്കും, ഷാരോണിന്റെ ഒപ്പം നിൽക്കില്ല. അത് നിൽക്കണമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേരളത്തിലെ ഒരു സംഘടനയുണ്ട്, പുരുഷ സംഘടന. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് സാറേ? ഞാൻ അവിടേക്കാണ് വരുന്നത്. ഇവിടെ ഒരു കുറ്റം ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവൻ എപ്പോഴും ആക്രമിക്കപ്പെടുന്നു, അവനെ സംരക്ഷിക്കാൻ ഒരു വ്യക്തിയുമില്ല. അപ്പോൾ എന്നെ സമീപിച്ചുകൊണ്ട്, സാറേ ഒരു പുരുഷ സംഘടന ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും പുരുഷന്മാരുടെ അവകാശം, പുരുഷന്മാർ വേട്ടയാടപ്പെടുമ്പോൾ അവരുടെ അവകാശം കോടതിയിൽ കൊണ്ടുവരാനൊരു നിയമം വേണമെന്ന്. ഇവിടെ സ്ത്രീയെ ഉപദ്രവിച്ചാൽ മാത്രമേ നിയമമുള്ളൂ, പുരുഷനെ ഒരു സ്ത്രീ ഉപദ്രവിച്ചാൽ അത് നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല. അതെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞതിൽ ഷാരോണാണ് ഈ പറയുന്ന ഗ്രീഷ്മയെ കൊന്നതെങ്കിൽ ഷാരോണ് നീതി വേണ്ടേ? നീതി വേണം. ഷാരോണയാണ് കൊലപ്പെടുത്തുന്നത്, ഞാൻ പറയത്തുള്ളൂ. ഷാരോണെ, അതാണ് ഷാരോണയാണ് കൊലപ്പെടുത്തുന്നതെങ്കിൽ ഈ പറയുന്ന സ്ത്രീക്ക് നീതി വേണ്ടേ? അല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, ഷാരോണാണ് ഗ്രീഷ്മയെ കൊല്ലുന്നതെങ്കിൽ ഇങ്ങനൊന്നും ഈ പഠിക്കാൻ മിടുക്കിയാണെന്ന്, ഷാരോൺ മിടുക്കനാണ്, പഠിക്കാൻ പ്രായം കുറവാണ് എന്ന് പറയൂ ആരെങ്കിലും?
തീർച്ചയായിട്ടും ഷാരോണിൻ്റെ അഭിഭാഷകൻ പറയും. എങ്ങനെ അത് എങ്ങനെ നടപ്പിലാക്കും? അതാ ഞാൻ അതാണ് ഞാൻ പറയുന്നത്. അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ മിടുക്കനായ ഒരു വ്യക്തി ഗ്രീഷ്മയുടെ കൂടെ അല്ലെ ഷാരോണിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പുഷ്പം പോലെ ഇറങ്ങി വരത്തില്ലേ? അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളുടെ നിയമ സംവിധാനത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അഭിഭാഷകരും അതുപോലെ തന്നെ നിയമ സംവിധാനവും കോടതികളും ഇല്ലാത്ത ഒരു കാലത്തിലേക്ക് നിങ്ങൾ വരികയും ഹരിശ്ചന്ദ്രൻ്റെ നാട്ടിലേക്ക് നമ്മൾ ജനിച്ച് ഹരിശ്ചന്ദ്രനോടുകൂടെ നിലനിൽക്കുകയും ചെയ്താൽ മാവേലി വന്നിരുന്ന ഒരു കാലത്തേക്ക് നമ്മൾ പോയാൽ ഇവിടെ കുറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ കുറ്റം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ, അതാണ് ഇപ്പോൾ കോഴിക്കോട് ഒരമ്മയെ മകൻ വെട്ടിക്കൊന്നത്. ആ മകന് വേണ്ടി പോകുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ എന്നെ സമീപിക്കാത്ത കേസുകളിലേക്ക് പോകേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ പറഞ്ഞാലും ഞാൻ പോകില്ല. ഞാൻ പറയാൻ വരുന്നത് ആ അമ്മ ആ മകനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് മകന് മാത്രമാണ് അറിയുന്നത്. അപ്പോൾ മകനെ ആ അമ്മ ഒരുപക്ഷെ നിർബന്ധിതയാക്കുകയാണ്. നിങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചാലും എന്ന് പറഞ്ഞ് നിങ്ങളൊരു ചുക്കും ചെയ്യില്ല എന്ന് മകനിൽ വരുത്തി തീർക്കുകയും ആ മകൻ ആ ചിന്തയിലൂടെ യാത്ര ചെയ്ത് അവൻ ആ അമ്മയെ കൊല്ലുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ അങ്ങനെ സംഭവിക്കുമ്പോൾ അത് രണ്ടുപേരും ഒരുപോലെ ഉത്തരവാദിയാണ്. ഞാനിപ്പോൾ ഗ്രീഷ്മ കേസിലും പറയാൻ വരുന്നത്, തന്നെ സ്നേഹിക്കാൻ, തന്നെ പ്രേമിക്കാൻ ഈ പറയുന്ന ഗ്രീഷ്മയെ നിർബന്ധിതനാക്കുകയും പ്രേമിച്ചതിന് ശേഷം അവനെ ഒഴിവാക്കണമെന്ന് ഗ്രീഷ്മ ചിന്തിക്കുകയും അതിന് കാരണം രണ്ടാണ്. ഒന്ന്, ഒരു ജോർഷ്യനാണ്. രണ്ട്, അവൾക്ക് വേറെ ഒരു വിവാഹം നടത്തണമെന്നും ആ വിവാഹത്തിലേക്ക് കയറി ചെല്ലാൻ അവൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഷാരോനെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് രണ്ടുപേരും ഒരുപോലെ ഇറങ്ങിത്തിരിക്കുകയും നേരത്തെ അമ്മയെ കൊല്ലുന്ന മകനെയും ഷാരോനെ കൊല്ലുന്ന ഗ്രീഷ്മയെയും ഒരേ തട്ടിൽ നമ്മൾ നിർത്തുമ്പോൾ രണ്ട് ഭാഗക്കാരും കുറ്റക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ്. ഒരു സാഹചര്യം കൊണ്ടുവരികയും ആ സാഹചര്യം അവർ മുതലെടുത്ത് ഒരു കുറ്റം ചെയ്യുകയും ചെയ്യുന്നു. അത് NDPS കേസുകളാണെങ്കിലും SC/ST കേസുകളാണെങ്കിലും മർഡർ കേസുകളാണെങ്കിലും റേപ്പ് കേസുകളാണെങ്കിലും നോക്കൂ, എത്രയോ കേസുകളിൽ, പ്രത്യേകിച്ചും റേപ്പ് കേസുകളിൽ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ശാരീരികമായി ബന്ധപ്പെടുകയും നാളെ എന്നെ ബലാത്സംഗം ചെയ്തു എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റിയിലും സംഭവിക്കുന്നതാണ്. ഈ പറയുന്ന ഫിലിം ഫീൽഡിലുള്ളവർക്കും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുവെങ്കിൽ സാഹചര്യങ്ങൾ ആരുണ്ടാക്കുന്നു? വാദിയും പ്രതിയും ഉണ്ടാക്കുന്നു. വാദി ആ സാഹചര്യങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കാതെ വരുമ്പോൾ പ്രതി കുറ്റം ചെയ്യുന്നു. പ്രതി കുറ്റം ചെയ്തതിന് ശേഷം ആ സാഹചര്യത്തിൽ ഞാനില്ല, എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എന്ന് ഒരു വാദി പറയുന്നതുകൊണ്ട് യാതൊരു രക്ഷയും വാദിക്കുമുണ്ടാകുന്നില്ല. പ്രതി ഒരു പക്ഷേ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ആളൂരിനെ പോലെ ഒരു വക്കീലുണ്ടെങ്കിൽ പ്രതികളുടെ എണ്ണം കൂടുമല്ലേ ഇവിടെ ചെയ്യുന്നത്? നോക്കൂ, ഒരു സംവിധാനം, ഒരു സർക്കാർ സംവിധാനം ഇതൊക്കെ അടിച്ചു താഴ്ത്താനായിട്ട് ഇപ്പോൾ ഇവിടെ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരും പല ഹയർ അതോറിറ്റി ADGP അടക്കമുള്ള കേരളത്തിലെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അവരോട് ആവശ്യപ്പെടുന്നു, കേരളത്തിൽ ഇനി ഒരിക്കലും നാർക്കോട്ടിക് ഒഴുകുകയില്ല, ശക്തമായ തീരുമാനമെടുക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ ജനതയും തീരുമാനമെടുക്കണം, ഞങ്ങൾ എവിടെ നിന്ന് വന്നാലും നാർക്കോട്ടിക് കഴിക്കില്ല. there is a demand, there is a supply. ആ ഡിമാൻഡ് ഇല്ലാത്തിടത്തോളം കാലം ഈ സപ്ലൈ ഉണ്ടാകുന്നില്ല. സപ്ലൈ ഉണ്ടാക്കാത്തിടത്തോളം കാലം ഒരു ക്രൈം നടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ വരുന്നു, പോലീസിനെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ആ നാർക്കോട്ടിക് ഇവിടെ ഒഴുകുന്നു. അതുപോലെ തന്നെയാണ് ക്രൈമും. ഒരു കുറ്റം ചെയ്താൽ പോലീസ് അവിടെ ഇടപെടുന്നില്ല.
അവർ പറയുന്ന കാര്യം ഇതാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ചിദംബരന്റെ കേസ്. അതാണ് ഞാൻ പറയുന്നത്, അവിടേക്കാണ് ഞാൻ വരുന്നത്. ചിദംബരം പോലും അവർ 2ഉം 3ഉം പ്രാവശ്യം പോലീസിനോട് പറഞ്ഞു, കംപ്ലൈൻറ്റ് പറഞ്ഞു. അയാളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഏറ്റെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അപ്പോൾ പോലീസ് സംവിധാനം ഉണരണം. ഇവിടുത്തെ ADGP ക്രൈം, ADGP അതർ സിസ്റ്റം ആൻഡ് DGP ഓഫ് ദ സ്റ്റേറ്റ്, പ്രോസിക്യൂഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് അത് ഉണരണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പോലീസ് ആരാണ് എന്ന് ചോദിച്ചാൽ സ്കോട്ട്ലാൻഡ് പോലീസ്. ദ റീച്ച് ബിഫോർ ക്രൈം. മുംബൈ പോലീസ്, ദ റീച്ച് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്രൈം. But other police, even in Kerala, they reach after a long span of time in the crime. അതാണ് നമ്മുടെ സംവിധാനം എന്ന് പറഞ്ഞാൽ. സ്കോട്ട്ലാൻഡിലെ പോലീസ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് ക്രൈം ചെയ്യുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി ക്രൈം സ്ഥലത്തെത്തുന്നു. മുംബൈ പോലീസ് നിങ്ങൾ കുറ്റം ചെയ്യുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ പൊക്കി കൊണ്ടുപോകുന്നു. ഇനി കേരള പോലീസ് കുറ്റം ചെയ്ത് ഒരാൾ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, നിങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ലേ, അങ്ങനെ പറഞ്ഞ് 2ഉം 3ഉം 5ഉം 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോഴേക്കും കൊലപാതകവും കഴിയും, പ്രതിയും രക്ഷപ്പെടും. എന്നിട്ട് പ്രതിയുടെ പിന്നാലെ പോയി സഞ്ചരിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് കസ്റ്റഡിയിലെടുക്കുന്നു, എന്നിട്ട് പ്രതിയോട് കുറ്റം സമ്മതിക്കാൻ പറയുന്നു, അവസാനം തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ നിരത്തുന്നു. അപ്പോൾ നിയമ സമ്പ്രദായം മാറണം തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് CBI വേഴ്സസ് സ്റ്റേറ്റ് പോലീസ് എന്ന ഒരു സംവിധാനമുള്ളത്. ഈ CBI എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവർ കേസ് അന്വേഷിക്കുകയും പ്രതിയിലേക്ക് വരികയും ചെയ്യുന്നു. അതർ പോലീസ്, ഈവൻ ദ കേരള പോലീസ്, ഏത് രാജ്യത്തെ ഏത് സംസ്ഥാനത്തെ പോലീസായാലും അവർ ആദ്യം പ്രതിയെ പിടിക്കുന്നു, പ്രതി അനുസരിച്ച് കേസിൽ തെളിവുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമല്ല വേണ്ടത്. ഒരു പ്രതിയെ കണ്ടെത്തുകയും പ്രതിക്കെതിരെയുള്ള തെളിവുകൾ നിരത്തുകയും അവസാനം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പ്രതി പറയുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ പ്രോസിക്യൂഷൻ സംവിധാനത്തിന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കഴിയുന്നു. അതാണ് CBI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറസ്റ്റ് അനിവാര്യമല്ല. അതുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നത്, അരുണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. അപ്പോൾ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോസിക്യൂഷൻ സംവിധാനം ശക്തമാക്കണം. പ്രോസിക്യൂഷൻ, ഞാൻ മഹാരാഷ്ട്രയിലെ ഞാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ജോലി ചെയ്യുന്നത് പോലെ കേരള സംസ്ഥാനത്തും എൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വയ്ക്കുമ്പോൾ ഇരയ്ക്കും പ്രോസിക്യൂഷൻ സംവിധാനത്തിന് നീതി ലഭിക്കാൻ ഞാൻ മുൻപന്തിയിലുണ്ടാകും. മറിച്ച് എന്നെ പ്രതികളാണ് സമീപിക്കുന്നതിൽ വേട്ടക്കാരന് നീതി നടപ്പാക്കാൻ ഞാൻ മുന്നിലുണ്ടാകും. അപ്പോൾ ആളൂരിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് വരണമെങ്കിൽ നിയമവും മാറണം. അതനുസരിച്ച് നിയമ സംവിധാനങ്ങൾ ശക്തമാകണം. ഒരു വ്യക്തിയുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നതാണ് ഒരു രാജ്യത്തെ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ സംവിധാനം മാറി നിൽക്കണം. ഇവിടെ ആഭ്യന്തര വകുപ്പുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ആഭ്യന്തര വകുപ്പുകളുണ്ട്. അത് സംരക്ഷിക്കുന്ന ഒരു നിയമം കേന്ദ്ര സർക്കാരിലുണ്ട്. ആ കേന്ദ്ര സർക്കാരിനെയും സംരക്ഷിക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും ജീവനും സ്വത്തും സംരക്ഷിച്ചുകൊണ്ട് ആ ഒരു രാജ്യത്ത് ഒരിക്കലും കുറ്റങ്ങൾ ഒരിക്കലും പെരുകുന്നില്ല. അത് അടിച്ചമർത്താനും ആ കുറ്റങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു സംവിധാനവും കൊണ്ടുവരണം. അത് സുതാര്യമായിരിക്കണം. ആ സുതാര്യമായ സംവിധാനത്തിൽ നിന്നുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, അഡ്വക്കേറ്റ് ആളൂരിനെ പോലുള്ള അഭിഭാഷകർ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാകാതിരിക്കട്ടെ. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇവിടെ കുറ്റം ഇല്ലാതിരിക്കണം. ആ സംവിധാനം തന്നെ മുന്നോട്ട് വന്നുകൊണ്ട് യാതൊരു കുറ്റങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ
ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന അഡ്വക്കേറ്റ് ആൾ ഉണ്ടാകില്ല. പക്ഷേ ഇവിടെ കുറ്റങ്ങൾ പെരുകുകയും ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടാവുകയും ആ കുറ്റം ചെയ്യുന്നവർ അഡ്വക്കേറ്റ് ആളൂരിനെ സമീപിക്കുകയും ലക്ഷങ്ങൾ നൽകുകയും ചെയ്താൽ അഡ്വക്കേറ്റ് ആളൂർ കേസ് ഏറ്റെടുക്കുകയും അത് നടത്തുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ വലിയ സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്ക് യു. വെൽക്കം.